ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥലം മണ്ണിട്ട് നികത്തിയതോടുകൂടി പലയിടങ്ങളിലും കോഴിക്കോട്ടെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. കോഴിക്കോട് പാലാഴിക്കടുത്തുള്ള പാലാട്ടുകാവ് പ്രദേശമാണ്. ഇവിടെ നേരത്തെ ഈ പ്രദേശത്ത് വലിയൊരു ഡ്രൈനേജ് ഉണ്ടായിരുന്നതാണ്. അവിടെ ഇപ്പോൾ സർവീസ് റോഡ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി വയൽ പ്രദേശം നികത്തി, അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഓവുചാലും വെള്ളം ഒഴുകാനുള്ള സ്ഥലവും വയൽ പ്രദേശമൊക്കെ നികത്തി മണ്ണിട്ട് ഇതോടുകൂടിയാണ് പ്രദേശം ഇപ്പോൾ വെള്ളത്തിനടിയിലാവുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇങ്ങോട്ടുള്ള നടവഴിയും റോഡും വീടിന് ചുറ്റുപാടുമൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഇത് ഈ പ്രവൃത്തി തുടങ്ങിയ ശേഷമാണോ ഇത് വന്നിരിക്കുന്നത്? ഈ നാഷണൽ ഹൈവേൻ്റെ പ്രവൃത്തി ആറുവരിപ്പാത തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ഈ ദുരിതം അനുഭവിക്കുന്നത്. ഈ ആറുവരിപ്പാത തുടങ്ങുന്നതിന് മുന്നേ നല്ലപോലെ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ഞങ്ങൾക്ക് വെള്ളം വീട്ടിലേക്ക് കയറില്ല, ഇവിടെ വെള്ളം ഉണ്ടാവില്ല. നിങ്ങൾ കണ്ടില്ല ഇപ്പോൾ അവിടെ എത്രയോ ഉയരത്തെ വെള്ളമായി. കഴിഞ്ഞ കൊല്ലം മെയ് 20 പെരുത്ത മഴ പെയ്തപ്പോൾ ഞങ്ങളെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഒരൊറ്റ ലെവലിൽ വെള്ളമായിരുന്നു. അപ്പോൾ അത് ഹൈവേക്കാർ നാഷണൽ ഹൈവേൻ്റെ അവരോട് പറഞ്ഞിരുന്നു, പരാതിപ്പെട്ടു. അവരോടൊക്കെ പറയാൻ പരാതി കേട്ടോ, ഒരു ശാശ്വതമായ പരിഹാരം ഇത് ഉണ്ടായില്ല. കഴിഞ്ഞ വർഷം നമ്മളെ വീടിൻ്റെ അകത്ത് കയറുന്ന അവസ്ഥയായിരുന്നു വെള്ളത്തിൻ്റെത്. ഇപ്പം പറയുന്നത് വെച്ചാൽ ഇപ്പോൾ വെള്ളം കൂടിക്കൊണ്ട് വരും. ഇപ്പം മെയ് ആയിട്ടേ ഉള്ളൂ, ജൂൺ മാസം വരുന്നേ ഉള്ളൂ. വല്ലാതെ ബുദ്ധിമുട്ടാണ്, പുറത്തിറങ്ങാൻ കഴിയൂല, വണ്ടിയൊക്കെ വീട്ടിൽ തന്നെ വെച്ചിരിക്കുക. സമാനമായ സാഹചര്യം തന്നെയാണ് കോഴിക്കോട് ഈ KT താഴത്തും ഉള്ളത്, പാലാഴിക്കടുത്തുള്ള. അവിടെയും ഈ വലിയ തോതിൽ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെയുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. നിരവധി വീടുകൾ ഇതിനപ്പുറമുണ്ട്. NH പണി തുടങ്ങിയ ശേഷമാണോ, അതിന് ശേഷമാണ് ഇത് പണി വന്നതിന് ശേഷമാണ് ഇത്ര വെള്ളം ഉണ്ടാകാൻ തുടങ്ങി. 100-100ഓളം വീടുകൾ ഈ ചെറുകര മൂലയിലുണ്ട്. ഇവിടെ ആളുകൾക്ക് തീരെ അരക്കി വെള്ളത്തിലാണ് എല്ലാവരും നീന്തി പോവുക. NHന്റെ ആളോട് പറഞ്ഞത് ഹൈവേൻ്റെ ഡ്രൈനേജും എൻ്റെ ജോലി മാത്രമേ ഞങ്ങൾക്കുള്ളൂ, മറ്റുള്ള ജോലി കോർപ്പറേഷനാണ് ചെയ്യേണ്ടതെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. കോർപ്പറേഷൻ കൗൺസിലറുടെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ ഇതിനേക്കാളും വലിയ സാഹചര്യമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇതിനേക്കാൾ കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു. കൗൺസിലർ യാതൊരു നടപടിയും കൗൺസിലറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഈ KT താഴം റോട്ടിൽ അവിടെ അംഗൻവാടി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ NHന്റെ പ്രവൃത്തി തുടങ്ങിയതിനെ തുടർന്ന് വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടുകൂടി ഈ അംഗൻവാടി പ്രവർത്തനവും ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ വണ്ടി ഇതിലെ പോകുമ്പോൾ അകത്തേക്ക് വെള്ളം ഒന്നായിട്ട് കയറും. അവരത്ര സ്പീഡിൽ പോകുമ്പോൾ അല്ലാണ്ട് പോകുമ്പോൾ ഒക്കെ അകത്തേക്ക് വെള്ളം കയറും. അപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് ഗർഭിണികളെ ഭക്ഷണം, പിന്നെ കുട്ടികളെ തന്നെ ഭക്ഷണം ഒക്കെ ഇവിടെ ഉള്ളതാണ്. പിന്നെ ഇവിടെയൊക്കെ കുട്ടികൾക്കൊന്നും നടക്കാനുള്ളൊരു വഴി ഇതുപോലും ഇല്ല. മുറ്റത്തേക്കൊന്നും മക്കളെ ഈ വെള്ളം തന്നെ ബാത്റൂമിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബ്ലോക്കാക്കി കിടക്കുക ബാത്റൂം. ഈ KT താഴത്ത് അംഗൻവാടി മാത്രമല്ല, പരിസര പ്രദേശങ്ങളിലെ പല വീടുകളും ഇതേപോലെ സമാനമായ രീതിയിൽ വെള്ളം കയറിയ സാഹചര്യമാണുള്ളത്. ഇതിപ്പോൾ 4 ദിവസമായി. പ്രാവശ്യം ജാസ്തിയാണ്. ഇവിടെ അങ്ങനെ ഉണ്ടായില്ലേ. ഞാൻ 48 താമസാക്കിയിട്ട് ഇവിടെ ഉണ്ടായത്. ബൈപ്പാസിൻ്റെ പണി, അപ്രോച്ച് റോഡിൻ്റെ പണിയൊക്കെ അതിന് ശേഷമാണ് കൂടുതൽ വരാൻ കാരണമാണ്. ഇപ്പോൾ ഒരു 2 കൊല്ലമായി പഠിപ്പിച്ചിട്ട് കഴിഞ്ഞ കൊല്ലത്തിനേക്കാൾ കൂടുതലാണ് ഇപ്രാവശ്യം വെള്ളം വന്നത്. ഇപ്പം റോഡ് സൈഡിൽ നിന്നും വെള്ളം തീരെ മുന്നോട്ട് പോകുന്നില്ല. പോവാടെ അടഞ്ഞു കിടക്കണം, ഒഴുക്ക് തീരെ ഇല്ല. ദേശീയപാതയാണ്, വലിയ വികസന പദ്ധതിയാണ്. പക്ഷേ അതിനിരുവശവും താമസിക്കുന്ന സാധാരണക്കാരുടെ ജീവിതം മഴ തുടങ്ങിയപ്പോൾ തന്നെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഷിജിൻ നരിപ്പറ്റക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.